എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സേഫ് ഡിസ്റ്റൻസ് പാലിക്കുക, അതേപോലെ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കുക. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിലാണ്. മിസ്റ്റർ ഹമീദ് ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു ക്വാർട്ടേഴ്സ് പോലെ അദ്ദേഹത്തിന്റെ പണിക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ബയോമെക് 40L എന്ന് പറയുന്ന മോഡലാണ്. ഒരു ചെറിയൊരു കൊമേഴ്ഷ്യൽ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. 15 കിലോ വേസ്റ്റും ഏകദേശം ഒരു 20 ലിറ്ററോളം വെള്ളവും നമുക്കൊരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3 മണിക്കൂറും 4 മണിക്കൂറിനിടയിൽ ഗ്യാസും കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ പ്രോസസ്സ് ലെവലിംഗ് തന്നെയാണ്. ഇവിടെ മണ്ണിലാണ് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലെവലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ലെവലിങ് നമ്മൾ മണൽ വെച്ചിട്ടാണ് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം പ്ലാന്റ് അതിൻ്റെ മുകളിൽ വെച്ച് സൈഡിലോട്ട് എവിടെയെങ്കിലും നമുക്ക് ചെരിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വാട്ടർ ലെവൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാട്ടർ ലെവൽ നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പരമാവധി ചെരിവില്ലാതെ തന്നെ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലി ഡിസൈൻഡ് മോഡലാണ്. വലുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മുകളിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ പോലും, ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്ന് വീണാൽ പോലും ടാങ്കിനത് ബാധിക്കാത്ത തരത്തിലാണ് നമ്മളിത് മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചു. പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ചെരുവുണ്ടോ നോക്കി, ചെരുവ് പെർഫെക്റ്റ് ആയതിനു ശേഷം നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ചു. ഇപ്പോൾ ആദ്യ ഘട്ടം ചാണകം നിറയ്ക്കൽ തന്നെയാണ്. ചാണകം നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ബേസ് ഒന്ന് ലിക്വിഡ് ഫോമിലാക്കും. അതിനുശേഷമാണ് നമ്മൾ ചാണകം ഫീഡ് ചെയ്യുക. ഈ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്താലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താലും മതി. ചാണകം ഒഴിച്ച് നമ്മൾ 10 days എങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ വേസ്റ്റ് ഇടേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ചാണകം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം മിക്സ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. അടിഭാഗമാണ് മിക്സ് ചെയ്യാതെ നിൽക്കുന്നത്. അതുകൊണ്ട് അടിഭാഗം കലങ്ങാവുന്ന രീതി മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡൂം എടുത്ത് വെക്കണം. അതേപോലെ തന്നെ പ്രഷർ വെയിറ്റ് ലോഡ് ചെയ്യണം. അതേപോലെ സൈഡിലെ വെള്ളം നിറയ്ക്കണം. പിന്നെ അതിനൊപ്പം തന്നെയാണ് നമ്മൾ ഗ്യാസ് ലൈൻ കണക്ഷനും കൊടുക്കുന്നത്. ഗ്യാസ് ലൈൻ കണക്ഷൻ നമ്മൾ ഒരിക്കലും ചുമരിലൂടെ ക്ലാമ്പ് ചെയ്ത് കൊടുക്കാറില്ല. അത് വീടുകളിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ചെയ്യാം. ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യു പോലത്തെ ഒരു ബെൻഡോ അല്ലെങ്കിൽ കോർണറിലോ വളവുകളോ പരമാവധി ഒഴിവാക്കുക. പ്രഷറിന് പ്രശ്നങ്ങൾ വരാം. വെള്ളവും കെട്ടിക്കിടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യും. അതേപോലെ തന്നെ പ്ലാന്റ് മുകളിൽ കൂടെ ഒന്ന് വെള്ളം ഒഴിക്കും. കാരണം പൊടി എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കും ഇടയ്ക്ക് പ്ലാന്റ് വാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എന്തെങ്കിലും ചെയ്യാൻ നല്ലതാണ്. അത് സർഫിട്ടാണ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻലെറ്റിലോ ഔട്ട്ലെറ്റോ പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫോളോ ചെയ്യുന്ന ലിങ്കുകൾ അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഫിക്സഡ് ആയാലും പോർട്ടബിൾ ആയാലും നമുക്ക് ബിൽഡിംഗ് ലൈസൻസിനും എല്ലാത്തിനും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യകതകളുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, സ്റ്റേ സേഫ്. Would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago.